അങ്ങനെ ഇതാ ഗൂഗിൾ പേയിലും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അതായത് പേയ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഇനി പിൻ നമ്പറിൻ്റെ ആവശ്യമില്ല, ഫിംഗർ പ്രിൻറ്റ് മാത്രം മതി. ഇതിനു മുമ്പ് ഫോൺ പേ, പേടിഎം പോലുള്ള ആപ്ലിക്കേഷനിൽ ഈ ഒരു ഓപ്ഷൻ വന്നിരുന്നു. പക്ഷേ ഗൂഗിൾ പേയിൽ ഇതുവരെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ പുതിയ ഗൂഗിൾ പേയുടെ അപ്ഡേറ്റിൽ ഈ ഒരു ഓപ്ഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേയിലും ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എവിടെയാണ് ഈ ഓപ്ഷൻ ഉള്ളത്, എങ്ങനെ ഇത് എനേബിൾ ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടിനാണ് നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ നിന്നും ഒരു ബാങ്ക് സെലക്ട് ചെയ്യാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ മാനേജ് ബയോമെട്രിക് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ ന്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 5000 രൂപ വരെ നിങ്ങൾക്ക് ഫിംഗർ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അക്സെപ്റ്റ് ആൻഡ് സെറ്റപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ പിൻ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കും. ഇവിടെ ഫിംഗർ ആഡ് ചെയ്ത ഉടനെ തന്നെ ഇത് എനബിൾ ആകും. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇത് എനബിൾ ആയിട്ടുണ്ട്. ഇനി 5000 രൂപ വരെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ നിങ്ങളുടെ ഫിംഗർ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്കൊന്ന് ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പം ബാക്ക് വന്നിട്ട് ഒരു വ്യക്തിയെ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, സെലക്ട് ചെയ്തു. എത്ര പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഇവിടെ പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിംഗർ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഏതാണ് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഫിംഗർ ചോദിക്കും. കണ്ടോ, ഫിംഗർ കൊടുത്ത ഉടനെ തന്നെ ട്രാൻസാക്ഷൻ നടക്കും. ഇനി നിങ്ങൾക്ക് ഫിംഗറിൻ്റെ ഓപ്ഷൻ വേണ്ട എങ്കിൽ വീണ്ടും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടിനാണ് നിങ്ങൾ ഫിംഗർ ആഡ് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മാനേജ് ബയോമെട്രിക് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഓഫ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. യെസ് ഡിസബിൾ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് ഡിസബിൾ ആകും. ഓക്കെ, അപ്പോൾ ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് നമുക്ക് 5000 വരെ പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ അയച്ചു കൊടുക്കുന്ന സമയത്തും ഈ ഒരു ഫിംഗർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പേയ്മെൻറ്റ് രീതി വളരെ നല്ലതാണ്, വളരെ സെക്യൂറുമാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു ഓപ്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.